എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ ആദർശും മുത്തശ്ശനും മുത്തശ്ശി അവരെല്ലാരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നയനെ അങ്ങോട്ടേക്ക് വരാത്തുള്ള വിഷമം ഉണ്ടായിരുന്നു. പിന്നീട് ആദർശം സാരമില്ല, ഒരു പക്ഷേങ്കില് ഇനിയിപ്പം നയനയുടെ അമ്മയും അച്ഛനൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും അവൾ ഇങ്ങോട്ടേക്ക് വരാത്തെ. എന്താണെങ്കിലും അധിക ദിവസമൊന്നും അവർക്ക് അവളെ അവിടെ പിടിച്ചു വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അവൾ ഇങ്ങോട്ടേക്ക് വരും മുത്തശ്ശ, അതോർത്ത് വിഷമിക്കൊന്നും വേണ്ടെന്ന് പറയണം. മുത്തശ്ശൻ പറഞ്ഞു എന്നാലും ഒരു പക്ഷെ അവള് വന്നില്ലെങ്കിലോ ഒരു കാര്യം ചെയ്യാം, ഞാനും മുത്തശ്ശിയും കൂടെ ചെന്ന് വിളിച്ചോണ്ട് വരാന്നൊക്കെ പറയാം. ആദർശം തൽക്കാലത്തേക്ക് പോകണ്ട, 2 ദിവസത്തോടെ നോക്കാം, അതിനുശേഷം മതി എന്നൊക്കെ പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്താണ് ദേവേനയും നയനയും കൂടെ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഒരു നിമിഷം ആദർശം ഞെട്ടിപ്പോയി. സ്വന്തം കണ്ണുങ്ങളെ വിശ്വസിക്കാൻ പറ്റിയില്ല. കാണുന്നത് സത്യമാണെന്ന്. അമ്മ ക്ഷേത്രത്തിലേക്കാന്നും പറഞ്ഞു പോയതാ. അപ്പൊ അമ്മ നയനെ കൂട്ടിക്കൊണ്ട് വരാൻ പോയതാണോ? അങ്ങനെ നയനയുമായിട്ട് ദേവേനി കയറി വരുന്ന കണ്ടപ്പോ പെട്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞു, ആഹാ ഇത് ഭയങ്കര അത്ഭുതമായിരിക്കുന്നല്ലോ, ക്ഷേത്രത്തിലേക്കെന്നും പറഞ്ഞ് ദേവേനി പോയിട്ട് ഇപ്പൊ നയനമോളെ കൂട്ടിക്കൊണ്ടാണല്ലോ വരുന്നതെന്ന് പറയാം. മുത്തശ്ശി ചോദിച്ചു, എന്തു പറ്റി ദേവേനി നിനക്ക്? എന്തെങ്കിലും മനസ്സ് മാറ്റം ഉണ്ടായോ? അതുകൊണ്ടാണ് നയനമോളെയും കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ ദേവേനി പറഞ്ഞു, ആദർശം എന്നപ്പം ഇവളെ വിടാനായിട്ട് ഇവളുടെ അച്ഛനും അമ്മയും തയ്യാറായില്ല. പക്ഷെ ഞാൻ ചെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എന്റെ കൂടെ ഇവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോ ആദർശം പറഞ്ഞു, അല്ല ഞാൻ ചെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇവള് വരുന്നില്ലെന്നാണല്ലോ പറഞ്ഞേ. വിളിക്കണ്ടോരെ എന്ത് വിളിക്കണം, ഇപ്പൊ മനസ്സിലായില്ലേന്ന് ചോദിക്കാം. അല്ലമ്മേ അത് പിന്നെ അതെ, നിന്റെ വിഷമം കണ്ട് സഹിക്ക വയ്യാതെ ഞാൻ ഇവളെ പോയി കൂട്ടിക്കൊണ്ട് വന്നേ. ഇന്നലെ രാത്രിയിലൊന്നും നിനക്ക് ഉറക്കം പോലും ഇല്ലായിരുന്നു. അത് കണ്ടിട്ട് പെറ്റമ്മയെ എനിക്ക് അങ്ങനെ സഹിക്കൂടാ. നിന്റെ ഭാര്യ ഇവിടെ വന്നാലോ നിനക്ക് സമാധാനം ആവളെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇവിടെ പോയി കൂട്ടിക്കൊണ്ട് വന്നേന്ന് പറയാം. ഇത് കേട്ടത് മുത്തശ്ശൻ പറഞ്ഞു, നിനക്ക് എന്താണല്ലോ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തോന്നിയത്, നല്ല കാര്യമാണെന്ന് പറയാണ്. ഈ സമയം അങ്ങോട്ടേക്ക് അജയം വന്നു. അജയം വന്നിട്ട് പറഞ്ഞു, ആഹാ അമ്മായിമ്മയ്ക്ക് മരുമോളെ കാണത്തില്ലായിരുന്നല്ലോ, പിന്നെ എന്തു പറ്റിയെന്ന് ചോദിക്കുക. മനസ്സുമാറ്റം വല്ലതും ഉണ്ടായെന്ന് ചോദിക്കും. അതുകൊണ്ടൊന്നുമല്ല, ഞാൻ ആദർശിന് വേണ്ടിയെ കൂട്ടിക്കൊണ്ടു വന്നേ. അത് മാത്രമല്ല ഇവൾ ഇവിടെ ഇല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഒരു സന്തോഷ സമാധാനം ഇല്ലെന്നറിയാം. ഇവളെല്ലാ കാര്യത്തിനും ഇവള് വേണമല്ലോ, അതുകൊണ്ട് മാത്രം കൂട്ടിക്കൊണ്ടു വന്നേ, അല്ലാതെ എനിക്ക് ഇവളോട് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, നീ എന്ത് വർത്താന ദേവേനി പറയണേ? ഒന്നും അല്ലേലും നിന്റെ മരുമോളല്ലേ, നീ അവളെ അങ്ങനെ കാണണ്ടേന്ന് ചോദിക്കും. പിന്നെ മരുമോള്, ഇവൾക്ക് ഇത്ര അഹങ്കാരം കൂടിയിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ അവൾ അവിടെ നിന്ന്. അല്ലായിരുന്നെങ്കിൽ ഇവൾക്ക് ആദർശം ചെന്ന് വിളിച്ചപ്പോ മര്യാദയ്ക്ക് ഇങ്ങ് വരാവുന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അവിടെ നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അല്ല നീ അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ മോളോട് പറഞ്ഞത്. 7ാം മാസ ചടങ്ങിന് നവീനെ കൂട്ടിക്കൊണ്ട് വരാൻ പോകാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെയൊക്കെ പറഞ്ഞ പിന്നെ ഏത് അച്ഛനും അമ്മയും അവളെ പറഞ്ഞു വിടുന്നു ഇങ്ങോട്ട്. ഇപ്പൊ തന്നെ നിന്റെ കൂടെ അവർക്ക് വിടാൻ തോന്നുന്നതന്നെ ഭാഗ്യം എന്നൊക്കെ പറയാണ്. ഇത് കേട്ടത് ദേവേനി പറഞ്ഞു, അതെ അവർക്ക് വിടാതിരിക്കാൻ പറ്റില്ല. ആദർശ് കെട്ടിയ താലിയല്ലേ ഇവിടെ കഴുത്തിൽ കിടക്കുന്നേ, പിന്നെ അവർക്ക് എത്ര നാൾ അവിടെ പിടിച്ചു വെക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ദേവേനി അങ്ങോട്ടേക്ക് കയറി പോവാണ്. പിന്നീട് മുത്തശ്ശൻ ചോദിച്ചു, അല്ല മോളെ ദേവേനി വല്ല വഴക്കും വന്ന് ഉണ്ടാക്കിയോന്ന് ചോദിക്കും. അങ്ങനെയൊന്നും ഇല്ല മുത്തശ്ശാന്ന് പറയണേ. പിന്നെ എന്ത് പറ്റി നിന്നെ ഇങ്ങോട്ടേക്ക് വിടാൻ കാരണം? അത് പിന്നെ അമ്മ വന്ന് വിളിച്ചാൽ പിന്നെ അച്ഛനും അമ്മയ്ക്കും വിടാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞു വിട്ടാന്ന് പറയണം. നല്ല കാര്യം, എന്താണെങ്കിലും അവൾക്കും ഒന്ന് വിളിക്കാനായിട്ട് തോന്നിയില്ലോ. ദൈവമേ, ഇങ്ങനെയെങ്കിലും അവളുടെ മനസ്സുമാറ്റം ഒന്ന് നടന്നാൽ മതിയായിരുന്നു. എങ്ങനെയെങ്കിലും വരുമോളെ സ്വന്തം മോളായിട്ട് അവളൊന്ന് കണ്ടാൽ മതിയായിരുന്നു എന്ന് പറയണം. ഇത് കേട്ട മുത്തശ്ശി പറഞ്ഞു, എനിക്കും അതാ ഒരു സങ്കടമുള്ളൂ. ദേവേനിക്ക് കാര്യം പറയാൻ നല്ല ഗുണഗണങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ മരുമോളുടെ കാര്യത്തിൽ മാത്രം അവൾക്ക് പഴച്ചെന്ന് പറയണം. ഈ സമയം ആദർശ് ഇങ്ങനെ ആലോചിക്കുക, എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ശരിക്കും പറഞ്ഞ ഇവിടെ കോമാളിയാന്ന് താനാണോ, ഇനിയിപ്പം തന്നെ എല്ലാരും കൂടെ ചേർന്ന് കോമാളി ആക്കുന്നാണോ? കാരണം താൻ ചെന്ന് വിളിച്ചിട്ട് നയനെ വന്നില്ല, അവരുടെ വീട്ടുകാർ വിടാനും കൂട്ടാക്കിയില്ല. പക്ഷെ അമ്മ ചെന്ന് വിളിച്ചപ്പോ നയനെ പറഞ്ഞു വിട്ടിരിക്കുന്നു. അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടോ? ആദർശിന്റെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. പക്ഷെ നയനെ വന്നത് അവിടെ ജലജിക്കോ ജാനകിക്കോ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ജലജത് ജാനകിയോട് പറഞ്ഞു, അവളെയും കൂട്ടിക്കൊണ്ട് ഏട്ടത്തി വന്നിട്ടുണ്ടെന്ന് പറയാണ്. ആര്? നയനെ കൂട്ടിക്കൊണ്ട്? അല്ല പിന്നെ വേറെ ആരെ കൂട്ടിക്കൊണ്ട് വരാനാ? അവളാ നശൂല് ഇവിടുന്ന് പോയെന്നോർത്തൊന്ന് സമാധാനിച്ചിരിക്കുമായിരുന്നു. ആ സമയത്താണ് അവളെയും കെട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ ഏട്ടത്തിക്ക് ഇത് എന്തിന്റെ കേടാന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ ജാനകി പറഞ്ഞു, മിക്കവാറും ഏട്ടത്തി കൂട്ടിക്കൊണ്ട് വന്ന മോന് വേണ്ടായിരിക്കും. മോന് ഊണ ഉറക്കമില്ലാതെ കാത്തിരിക്കുവല്ലേ അവൾക്ക് വേണ്ടിയിട്ട്. ഇതിന് മാത്രമായി എന്ത് കൈവശമാണോ എന്തോ അവള് കൊടുത്തിരിക്കുന്നത്. അവൾക്ക് വല്ല സൗന്ദര്യം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇത് എന്തിനു കൊള്ളാം, കാണാനും കൊള്ളത്തില്ല, എന്നിട്ട് പറയുന്നില്ല എന്ന് പറയണം. ജലജ പറഞ്ഞു, അങ്ങനെ പെട്ടെന്നൊന്നും അവള് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ അവളെല്ലാരും മയക്കെടുത്തിരിക്കുക ഈ വീട്ടില് എന്ന് പറയാണ്. പിന്നീടാണ് അനാമിക ആ കാര്യങ്ങളൊക്കെ അറിയുന്നത്. നയന വീട്ടിലേക്ക് തിരികെ എത്തിയെന്ന്. നയന വന്നിട്ടില്ലെന്ന് അറിഞ്ഞ് സന്തോഷിച്ചിരുന്ന അനാമിക്ക്
വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു അത്. അനാമിക അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. അനാമിക നേരെ രേവതിയുടെ വേണിന്റെ അടുത്തേക്കും ചെല്ലുവാണ്. ചെന്നിട്ട് പറഞ്ഞു, അവൾ അവിടെ വന്നിട്ടുണ്ട്, ആ നയനം വന്നിട്ടുണ്ടെന്ന് പറയണം. അവള് വന്നോന്ന് ചോദിക്കും. അതെ അതെ, അവള് വന്നിട്ടുണ്ട്. അവളെ കൊണ്ടുള്ള ശല്യം അവസാനിച്ചല്ലോ എന്ന് കരുതി ഞാൻ ഇരുന്നാ, പക്ഷെ എങ്കില് എല്ലാം പോയില്ലേന്ന് പറയണം. അല്ല, അവളെ എന്തിനാ വീണ്ടും അവര് കൂട്ടിക്കൊണ്ട് വന്നെന്ന് ചോദിക്കാം. എന്തിനാന്നറിയത്തില്ല, എനിക്ക് തോന്നുന്നു മിക്കവാറും അവള് വന്നില്ലേ കാര്യങ്ങളൊന്നും നടക്കില്ല. വിഷുവൊക്കെ അല്ലേ വരാൻ പോകുന്നേ, ഇനിയിപ്പൊ ആഘോഷങ്ങളുടെ ദിവസങ്ങളല്ലേ, അപ്പൊ കമ്പനിയില് നല്ല ഉയർച്ച ഉണ്ടാകണല്ലോ. കാരണം കോടികളുടെ ലാഭമല്ലേ അവള് കാരണം ഉണ്ടാക്കി കൊടുക്കുന്നേ. അപ്പൊ അതുകൊണ്ട് ആദർശ് MD ആയിട്ടിരിക്കുന്ന കമ്പനിയാണല്ലോ. അപ്പൊ ആദർശന് നല്ല ഗുണഗണങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ അവളും കൂടെ പോയിട്ടുണ്ടെങ്കിലോ, അപ്പൊ അതുകൊണ്ട് മിക്കവാറും വല്യമ്മ പോയി അതുകൊണ്ടായിരിക്കും അവളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പം കമ്പനിക്ക് ഉയർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദർശന് അതുകൊണ്ട് നേട്ടം. അതുകൊണ്ടായിരിക്കും അവള് മരുമോളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്, അല്ലാതെ ഇഷ്ടം കൊണ്ടൊന്നും അല്ലെന്ന് പറയണം. ഇത് കേട്ടതിന് രേവതി പറഞ്ഞു, പറയാൻ പറ്റില്ല, ഓരോരുത്തരുടെ സ്വഭാവം. നീ നിന്റെ വല്യമ്മേനെ ഒന്ന് സൂക്ഷിച്ചാൽ കൊള്ളാന്ന് പറയണം. ഇത് കേട്ടതും അനാമികൾ, വല്യമ്മ അത്രക്കാരിയെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയും നാളായിട്ട് ഇതുവരെയായിട്ട് അവളെ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ലോ. പക്ഷേങ്കില് ഇനി പറയാൻ പറ്റില്ല എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ വേണു പറഞ്ഞ്, സൂക്ഷിക്കണം മോളെ, അവളെ കമ്പനി കയറി പറ്റി അവിടെ നല്ല അടിച്ചു മാറ്റാനുള്ള ശ്രമത്തിലായിരിക്കും. അതൊരിക്കലും കാരണവശാലും നടത്തിക്കൂടാ. മോൾ അങ്ങോട്ടേക്ക് ചെല്ലണം. മോൾക്കും അവിടെ എന്തെങ്കിലും അധികാരമൊക്കെ വേണ്ട കമ്പനിയിൽ. അതിന് വേണ്ടിയിട്ട് മോള് എന്ന കാര്യങ്ങളൊക്കെ പറയണം. മോളുടെ അമ്മയമ്മയോട് സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറ. തനിക്കും കമ്പനിയിൽ എന്തെങ്കിലും ജോലി വേണമെന്നൊക്കെ പറ. പിന്നെ അനി പോകുന്നോടത്തെ മോളും കൂടെ പോയിക്കോ. പിന്നെ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ടതും അനാമി പറഞ്ഞു, പറയാനൊക്കെ എളുപ്പമാ, പക്ഷെ അവിടെ ചെന്ന് അനിയോട് ഇത് സംസാരിച്ചിട്ട് അനി സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവൻ എന്നെ കാണുന്ന തന്നെ ചതുർത്ഥിയാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വേണു പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല, മോൾക്കറിയാലോ, മോള് ധൈര്യമായിട്ടല്ല, വേണമെങ്കിൽ സപ്പോർട്ടാണ് ഞങ്ങളൊക്കെ വരാന്ന് പറയാണ്. ഈ സമയം നയന മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് ചോദിച്ചു, അല്ല ഞാൻ വന്ന് വിളിച്ചിട്ട് നിനക്ക് വരത്തില്ലായിരുന്നല്ലോ, പിന്നെ അമ്മ വന്ന് വിളിച്ചോണ്ട നീ ചാടി പുറപ്പെട്ടോന്ന് ചോദിക്കാം. അത് പിന്നെ അമ്മ വന്ന് അച്ഛനോട് അമ്മ സംസാരിച്ചു കഴിഞ്ഞപ്പോ, ഓഹോ, അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടേ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, എന്തൊക്കെ ഡിമാൻഡുകളായിരുന്നു. ഇനി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു വീടില്ല, എന്തൊക്കെ പറച്ചിലായിരുന്നു, ഇപ്പൊ കുഴപ്പമില്ലെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ നയന പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല. അമ്മ വന്ന് വിളിച്ചു കഴിഞ്ഞപ്പോ അവർക്ക് സന്തോഷമായി. കാരണം അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞാലും വന്ന് വിളിച്ചല്ലോ, അതുകൊണ്ടാ എന്നെ പറഞ്ഞു വിട്ടേന്ന് പറയണം. ചിലപ്പോൾ അമ്മ വന്ന് വിളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവര് കാത്തിരുന്നേന്ന് പറയണം. ആദർശം എന്തോ എനിക്ക് അത്ര കൂടെ ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. അമ്മയുടെ സ്വഭാവം മനസ്സിലാകാത്തെ. രാവിലെ ക്ഷേത്രത്തിലേക്കാന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയതാ. ഞങ്ങളൊക്കെ വിചാരിച്ചോണ്ടിരുന്ന അമ്മ ക്ഷേത്രത്തിലേക്ക് പോയെന്നാ, പക്ഷെ നിന്നെ വിളിക്കാൻ വരുക എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പറയണം. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, ഞാനും പ്രതീക്ഷയില്ല അമ്മ എന്നെ വന്ന് വിളിക്കുമെന്നുള്ള കാര്യമൊക്കെ. ആദർശേണ്ണ ഇന്നലെ ഞാൻ വിളിച്ചിട്ട് കോൾ എടുക്കാതെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയായിരുന്നു. പക്ഷെ അച്ഛനും അമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആദർശനോടൊപ്പം വരായിരുന്നേ, അല്ലാതെ ആദർശനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ലാന്ന് പറയണേ. ഇത് കേട്ടതോ ആദർശം, അതൊക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷെ എനിക്ക് ആ പട വിഷമമായി പോയായിരുന്നു. നീ എൻ്റെ കൂടെ വിളിച്ചിട്ട് വരായിരുന്നു കഴിഞ്ഞപ്പോഴത്തേനും. ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ ഭർത്താവല്ലേ എന്ന് ചോദിക്കണം. പോട്ടെ ആദർശേട്ടാ, സോറി കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശനെ നയനെ സോപ്പിടുവാണ്. അതിനെല്ലാം ശേഷം ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നയന പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ദേവേനെ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നീട് ചുറ്റുവട്ടമൊക്കെ നോക്കിയിട്ട് നയന ദേവേന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ചെന്നിട്ട് പറഞ്ഞു, ആദർശേട്ട നല്ല സംശയം ഉണ്ടെന്ന് പറയണേ. എന്തിന്? അല്ല, അമ്മ ഒന്ന് വിളിച്ചപ്പോ ഞാൻ അമ്മയുടെ പോന്നേലേ 2-3 വട്ടം ആദർശേട്ടൻ എന്നോട് ചോദിച്ചെന്ന് പറയാം. അങ്ങനെയാണേ കണ്ടു, അവൻ മിക്കവാറും നമ്മുടെ കള്ളത്തരം എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അത് ശരിയാ, അങ്ങനെയാണെങ്കിൽ ആദർശേട്ടന്റെ മുന്നേ ഒരു കാരണവശാലും നമ്മള് സ്നേഹം പോലും അഭിനയിക്കില്ലെന്ന് പറയണം. ഇത് കേട്ടൻ ദേവേനി പറഞ്ഞു, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, മോള് ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയണം. ഈ സമയം ആദർശ് തല പോഞ്ഞ് ആലോചിക്കുക, എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ, അങ്ങനെ എന്താണെങ്കിലും കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം എന്നൊക്കെ വിചാരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നേ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.